നമസ്കാരം. എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്നാണ് പലപ്പോഴും CPM കേരളത്തിൻ്റെ ജനതയോട് പറഞ്ഞിട്ടുള്ളത്. തങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് പത്രലേഖകർക്കാകട്ടെ പൊതുജനങ്ങൾക്കാകട്ടെ അതിൻ്റെ ഇൻറ്റേർണൽ ഡൈനമിക്സിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ഇതാണ് പൊതുവേ ഉള്ള ഒരു ഭാഷ്യം. പക്ഷേ കഠിനമായ ചില നിബന്ധനകൾ, അത് MLA വീണ്ടും മത്സരിക്കുന്ന കാര്യത്തിലാകട്ടെ, മന്ത്രിമാർക്ക് ഒരു ഊഴവും കൂടി കൊടുക്കുന്ന കാര്യത്തിലാകട്ടെ, പാർട്ടിയുടെ ചുമതലക്കാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാകട്ടെ, ഇതെല്ലാം തന്നെ പാർട്ടിയുടെ നിഗൂഢമായ തലങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന വിഷയങ്ങളാണ്. അത് പിന്നീടാണ് പോളിസി എന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 100 ദിവസത്തിനുള്ളിൽ നടക്കാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ വിജ്ഞാപനമെങ്കിലും 2 മാസത്തിനുള്ളിൽ പുറപ്പെടുവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏപ്രിൽ 2ാം വാരം തിരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് ഏതാണ്ട് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയും. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും ഒക്കെ കടക്കുന്ന സമയങ്ങളാണ്. അവിടെ ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം CPMന്റെ സാധ്യതകൾ മാത്രമല്ല, CPMന്റെ പോളിസി, സ്ഥാനാർത്ഥി നിർണയം എങ്ങനെ നടക്കും, ആൻറ്റി ഇൻകംബൻസി ഭരണവിരുദ്ധതയെ മറികടക്കാനായി CPM ഉപയോഗിക്കാൻ സാധ്യതയുള്ള തന്ത്രങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം നിബന്ധനകളിൽ ഇളവ് വരുത്തും, 2021 വ്യത്യസ്തമായി 26 എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്, ഇതെല്ലാമാണ് ഈ ഒരു സംസാരത്തിൻ്റെ ഇതിവൃത്തം. 1. CPM കഴിഞ്ഞ തവണ 2021 86 സീറ്റിലാണ് മത്സരിച്ചത്. 75 സീറ്റിൽ CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും 11 സീറ്റിൽ CPM സ്വതന്ത്രരെ പിന്താങ്ങുകയും ചെയ്തു. സ്വതന്ത്രരിൽ 5 പേർ ജയിച്ചു വന്നു, പാർട്ടി സ്ഥാനാർത്ഥികൾ ഏറെ പേർ ജയിച്ചു വന്നു. മൊത്തത്തിൽ CPMന്റെ ടാലിയായി 67 പേരുണ്ട്. ജസ്റ്റ് ഷോർട്ട് ഓഫ് എ മാജിക് നമ്പർ 71 ആണ്. ഒറ്റയ്ക്ക് ഒരു കക്ഷിക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ വേണ്ടത് 71 സീറ്റാണ്. മുന്നണിക്ക് ഭൂരിപക്ഷമുണ്ട്, 100 സീറ്റോളമുണ്ട്. ഇവിടെ പ്രധാന കാര്യം, ഈ സീറ്റുകളിൽ എല്ലാം തന്നെ CPM ആയിരിക്കുമോ മത്സരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സ്വതന്ത്രന്മാരെ ആൻറ്റി ഇൻകംബൻസി നേരിടാനായി പൊതു സ്വീകാര്യതയുള്ള സ്വതന്ത്ര പരീക്ഷണങ്ങൾ കൂടുതലായി നടത്തുമോ? എൻ്റെ അഭിപ്രായം അത് സാധ്യത കുറവാണ്. 11 എന്ന് പറയുന്നത് തന്നെ വലിയൊരു നമ്പറാണ്. ഏതെങ്കിലും ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം ഒരു ബാധ്യതയായി മാറുകയോ, അല്ല എങ്കിൽ ഒരു CPM ലേബൽ ബാധ്യതയായി മാറുകയോ ചെയ്താൽ അവിടെ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കുക എന്ന പൊതു CPM തന്ത്രം അത് തുടരും. എങ്കിലും 11 കൂടുതൽ സീറ്റുകൾക്കുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ മറ്റുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം ടേം വ്യവസ്ഥ അനുസരിച്ച്, കൃത്യമായി പറഞ്ഞാൽ 2 ടേം 5 വർഷം പൂർത്തിയാകുന്നവർക്ക് 3ാമത് ഒരു ടേം തുടർച്ചയായി മത്സരിക്കാൻ അനുവാദം ഉണ്ടാവില്ല എന്നതാണ് CPMന്റെ ഇതുവരെയുള്ള നയം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള നയം. അങ്ങനെയെങ്കിൽ 23 MLA നിലവിലെ നിയമസഭയിലെ 23 അംഗങ്ങൾക്ക് അനുവാദം ഉണ്ടാവില്ല. അവരെല്ലാം മാറി നിൽക്കേണ്ടി വരുമോ, അതോ വിജയസാധ്യതയുള്ള ഏതാനും പേർക്ക് വീണ്ടും ഒരവസരം CPM നൽകുമോ എന്നതാണ് കാതലായ ചോദ്യം. അത് മിക്കവാറും വിജയസാധ്യത തന്നെയാണ്. അത് CPMന് ഏകപക്ഷീയമായി തീരുമാനിക്കാവുന്ന ഒരു കാര്യമല്ല. മറ്റു പാർട്ടികൾ എന്താണ് ചെയ്യുന്നത് അതുകൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ CPMന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാവൂ. കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായി വിജയസാധ്യതയെ ആസ്പദമാക്കി അതത് ഇടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകണം, ഹൈക്കമാൻഡിൻ്റെ ദൂതനായി പറന്നിറങ്ങുന്നവർ മത്സരിക്കുന്ന പതിവ് പരിപാടി അവസാനിപ്പിക്കണം എന്നെല്ലാമാണ് ഇപ്പോൾ കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിജയം നിർണായകമാകുന്ന, പ്രത്യേകിച്ച് എല്ലാ പ്രതിബന്ധങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്നത് ഇടതുപക്ഷമാണ്. പ്രതിരോധത്തിൽ നിൽക്കുന്നത്, ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെ പ്രതിരോധത്തിൽ നിൽക്കുന്ന CPM ആണ്. അങ്ങനെയെങ്കിൽ വിജയസാധ്യത വലിയ പരിഗണനയാകുമ്പോൾ 2 ടേം വ്യവസ്ഥ കഴിഞ്ഞു നിൽക്കുന്ന 23 പേരിൽ എത്ര പേരെ വീണ്ടും മത്സരിപ്പിക്കും? അതിൽ മത്സരിപ്പിക്കാൻ സാധ്യത കുറവുള്ളവരിൽ ഒരാൾ ആരോപണ വിധേയനായി നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന സീറ്റ് കഴക്കൂട്ടം സീറ്റ് നിലനിർത്താൻ കടകംപള്ളി സുരേന്ദ്രൻ സാധിക്കുമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത് മറ്റ് സീറ്റുകളിൽ ഒരുപക്ഷെ ദോഷം ചെയ്യും എന്നതുകൊണ്ട് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉടുമ്പൻചോല മത്സരത്തിൽ ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോലയിൽ MM മണി, അത് വിവാദ പരാമർശങ്ങൾ പലതും നടത്തി. പക്ഷേ അദ്ദേഹം ജനകീയനായ ആൾ കൂടിയാണ്, CPMന്റെ ഒരു വലിയ മുഖം കൂടിയാണ്. അവിടെ ആ സീറ്റ് പിടിച്ചെടുക്കാൻ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ CPM പിന്നോട്ട് പോയ ഒരു മേഖല കൂടിയാണ്. അവിടെ പിടിച്ചെടുക്കാൻ മണിയാശാനെ തന്നെ വേണമെങ്കിൽ മണിയെ രംഗത്തിറക്കുക തന്നെ വേണ്ടി വന്നേക്കാം.
അതുപോലെ ടി.പി. രാമകൃഷ്ണൻ, പേരാമ്പ്രയിൽ ടി.പി. രാമകൃഷ്ണൻ മാത്രമേ ജയിക്കൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി ഏകോപന സമിതി, ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ സ്ഥാനം വഹിക്കുമ്പോഴും അദ്ദേഹത്തെ ഒരു ടേം കൂടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ഒരുപക്ഷെ തയ്യാറായി കൂടായികയില്ല. അതുപോലെ പ്രമുഖരായ പല സ്ഥാനാർത്ഥികൾ അവർക്കെല്ലാം തന്നെ ജയിച്ച് വരാനുള്ള മണ്ഡലങ്ങളാണ് അവരുടെ കുത്തക മണ്ഡലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അവരെ മാറ്റി പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് രണ്ട് രീതിയിലാണ് അതിനെ നോക്കിക്കാണേണ്ടത്. ഒന്ന്, ഭരണവിരുദ്ധതയെ മറികടക്കാനുള്ള ചരിത്രപരമായ ഏറ്റവും ഉജ്ജ്വലമായ മാർഗം പുതിയ മുഖങ്ങളെ പരീക്ഷിക്കുക, കഴിവതും ചെറുപ്പക്കാർക്ക്, ആദ്യ ടേമിൽ മത്സരിക്കുന്ന ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഭരണവിരുദ്ധതയെ മറികടക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ അത് കാര്യം പണിപാളി എന്നിരിക്കാം എന്നാണ് CPM-ന്റെ നിഗമനം. അതാണ് ഒരു വശം. രണ്ട്, മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് ഒരു ടേം മാത്രം. ഇതാണ് CPM-ന്റെ ഇപ്പോഴത്തെ നിബന്ധന. ഒരു ടേം കഴിഞ്ഞപ്പോൾ യുഗപ്രഭാവരായ പല മന്ത്രിമാരെയും മാറ്റി പരീക്ഷിച്ച് നമ്മൾ കണ്ടതാണ്. അവരിൽ ചിലർക്കൊക്കെ മത്സരിക്കാനുള്ള അവസരം പോലും നിഷേധിച്ചു. നോക്കൂ, വലിയ നേതാക്കളാണ് TM തോമസ് ഐസക്, G സുധാകരൻ. അവർക്കൊക്കെ രണ്ടാമത്തെ ഒരു ടേം മന്ത്രിസഭയിൽ ഉണ്ടായില്ല എന്നത് പോകട്ടെ, മത്സരിക്കാൻ പോലും അതത് മണ്ഡലങ്ങളിൽ അവസരം നിഷേധിച്ചു. അതിൽ തോമസ് ഐസക്കിന് ഒരുപക്ഷെ ഒരു ടേം മാറി നിന്നതുകൊണ്ട് ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ അവസരം ലഭിച്ചേക്കാം. G സുധാകരൻ ബേബി ഔട്ട് ഓഫ് റെക്കണിംഗ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അലോസരം ഉണ്ടാക്കുന്ന ഏതാനും പ്രസ്താവനകളിലൂടെ എപ്പോഴും വിവാദത്തിൽ നിൽക്കുന്ന G സുധാകരനെ നയിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ട് പിണറായി വിജയൻ നയിക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരുപക്ഷെ G സുധാകരന് സ്ഥാനമുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജനകീയ അടിത്തറ ഇപ്പോഴും, അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഒരു ക്ലാരിറ്റി, അദ്ദേഹം എടുക്കുന്ന നിലപാടുകളുടെ ദൃഢത, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ജനമനസ്സുകളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്. എങ്കിൽ പോലും അദ്ദേഹം ഒരുപക്ഷെ മത്സരരംഗത്ത് ഉണ്ടാവില്ല. മന്ത്രിസഭയിലെ മറ്റ് പലരും 9 പേരെങ്കിലും വീണ്ടും മത്സരിക്കാൻ സാധ്യതയുള്ള 2 ടേം നിബന്ധന കഴിഞ്ഞു നിൽക്കുന്നവരാണ്. അവരെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ്. ഒരുപക്ഷെ മന്ത്രിസഭയിലെ ഒരു ടേം എന്നത് മാറ്റിവെച്ചുകൊണ്ട് വിജയസാധ്യത മാത്രം നോക്കി അവരെ മത്സരിക്കാൻ അനുവദിക്കുകയും ഒരുപക്ഷെ മത്സരിച്ച് വിജയിച്ചാൽ തുടർച്ചയായി ഭരണത്തിലിരിക്കാൻ ഏതെങ്കിലും കാരണവശാൽ CPM വിജയിക്കുകയും പിണറായി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്താൽ LDF സർക്കാരിൽ മന്ത്രിമാരായി ഇരിക്കാനുള്ള അനുവാദം കൊടുക്കണം എന്നൊരു ചിന്തയുണ്ട്. ഇതെല്ലാം തന്നെ തീരുമാനിക്കപ്പെടുന്നത് ഈ മാസം മധ്യത്തിൽ 17-18 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് കൂടുന്ന ദേശീയ സമ്മേളനത്തിൽ വെച്ച്, ഒരുപക്ഷെ നാഷണൽ കമ്മിറ്റിയിൽ വെച്ച് തീരുമാനമെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി മന്ത്രിമാരെ മാറ്റി നിർത്തി മുഖ്യമന്ത്രിയിലേക്ക് തന്നെ വരാം. മുഖ്യമന്ത്രി സ്ഥാനത്ത് വയസ്സ് ബാധകമാകുമോ, ടേം വ്യവസ്ഥ ബാധകമാകുമോ? നോക്കൂ, പിണറായി വിജയൻ എന്ന മഹാമേരു നിറഞ്ഞു നിൽക്കുന്നു. രണ്ടാം നിര നേതൃത്വം എന്നത് ഇല്ല. രണ്ടാം സ്ഥാനീയൻ ആര് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണോ രണ്ടാം സ്ഥാനത്ത്, അതോ മറ്റേതെങ്കിലും നേതാക്കളാണോ? കൃത്യമായി പറയാനാവില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ CPM-ന് രണ്ടാമനുണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമല്ല, പിണറായിയുടെ വിശ്വസ്തനാണ്, രണ്ടാം സ്ഥാനത്തിന് അർഹനുമാണ്. അങ്ങനെ ഒരു രണ്ടാം സ്ഥാനീയൻ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരളത്തിൽ ഇല്ല എന്നതാണ് വാസ്തവം. അങ്ങനെയെങ്കിൽ പിണറായി തന്നെ നയിക്കട്ടെ. ഒന്നുകിൽ ധർമ്മടത്ത് വീണ്ടും മത്സരിച്ചുകൊണ്ട്, 3ാം ടേം നിബന്ധന പാലിക്കാതെ മൂന്നാമതും മത്സരിച്ചുകൊണ്ട് മൂന്നാം തവണയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മത്സരിക്കാം. അല്ല എങ്കിൽ മത്സര രംഗത്ത് നിന്ന് വിട്ടുനിന്നുകൊണ്ട് നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ എന്ന നിലയിൽ പ്രചരണ രംഗത്ത് സജീവമായി പിണറായി പ്രചരണത്തിൻ്റെ മുനയായി, അല്ലെങ്കിൽ പ്രചരണത്തിൻ്റെ പ്രധാന പരസ്യ ബോർഡായി മാറുന്നു എന്ന ഒരു നയവും സ്വീകരിക്കാം. എന്നിരുന്നാലും മറ്റൊരു പേര് ഇപ്പോൾ CPM മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതാണ് പ്രധാനം. അവിടെയാണ് KK ശൈലജയുടെ സാധ്യതകൾ. KK ശൈലജ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. കഴിഞ്ഞ നിയമസഭയിൽ 2021 തെരഞ്ഞെടുപ്പിന് മുൻപ് ഏറ്റവും ഉജ്ജ്വലമായി കേരളത്തിൽ തിളങ്ങി നിന്ന മുഖം, കോവിഡിനെ സധൈര്യം നേരിട്ട അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജയ്ക്ക് ഒരുപക്ഷെ വീണ്ടും ഒരു ഊഴം നിഷേധിച്ചാൽ അതിനർത്ഥം G സുധാകരനോടും ഒരുപക്ഷെ തോമസ് ഐസക്കിനോടും ചെയ്തത് ഇപ്പോൾ ശൈലജയോടും ചെയ്യും. മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റി, ശരിയാണ്. പക്ഷേ സാമാജിക എന്ന നിലയിൽ 2 പ്രാവശ്യം മത്സരിച്ച് ജയിച്ച
ശൈലജ മൂന്നാമത്തെ ടേം വ്യവസ്ഥ അനുസരിച്ച് മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ വലിയ നീതികേടാകും എന്ന് നിഷ്പക്ഷരായ ആളുകൾ ചിന്തിക്കും. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായി പരിഗണിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള മുഖമാണ് CPM-ന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായി വരാൻ ഇപ്പോഴും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ശൈലജ ടീച്ചറിനാണ്. പ്രതിച്ഛായയുടെ കാര്യത്തിലൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്നു. കേരള നാട്ടിൽ KR ഗൗരി മുഖ്യമന്ത്രി എന്ന് പണ്ടൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഗൗരിയമ്മയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവസാനം EK നായരെ മുഖ്യമന്ത്രിയാക്കി മാറ്റിയ ഒരു ചിത്രം ഇപ്പോഴും തെളിഞ്ഞു വരുന്നു. അതുകൊണ്ട് എന്താണ് അക്കാര്യത്തിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രതിരോധം നേരിടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഭരണവിരുദ്ധ വികാരം നേരിടുന്ന LDF, CPM-നെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. പിണറായി വിജയന്റെ പോപ്പുലാരിറ്റി എക്കാലത്തെയും താഴത്തെ നിലയിൽ നിൽക്കുന്നു എന്നാണ് പൊതുവെയുള്ള നിഗമനം. അങ്ങനെയെങ്കിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഇതുവരെയുള്ള ചില കടുംപിടുത്തങ്ങളിൽ നിന്ന് മാറ്റി വിജയസാധ്യത മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയം CPM നടത്തും എന്ന നിരീക്ഷണത്തിലാണിപ്പോൾ എത്തി നിൽക്കുന്നത്.